48-ലൊക്കെ എന്തായിരുന്നു ഈ പോലീസ് മർദ്ദനത്തിൻ്റെ ഒരു അവസ്ഥ കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാറിൽ? പടയോടൊപ്പം ചേർന്നിട്ടില്ലേ ഭരണത്തിലേക്ക് വന്ന കോൺഗ്രസിൻ്റെ ഗുണ്ടാപ്പട, അതിൻ്റെ പേരാണ് കുറുവടിപ്പട. ആ കുറുവടിപ്പടയോടൊപ്പം ചേർന്നിട്ടില്ലേ മൊയാരത്ത് ശങ്കരനെ പോലുള്ള ആളുകളെ ഈ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ മൃഗീയമായിട്ട് മർദ്ദിച്ചു കൊന്നത്? ആര്? കോൺഗ്രസിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള മൊയാരത്ത് ശങ്കരനെ കൊന്നത്. എത്രയെത്ര കേഡർമാരെ കൊന്നു, എത്രയെത്ര പ്രവർത്തകരെ കൊന്നു, പോലീസിനെ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. 1970-കളുടെ ഒരു ഘട്ടത്തിൽ എത്ര വലിയ രീതിയിലുള്ള ഒരു അർദ്ധ ഫാസിസ്റ്റ് രീതിയിലല്ലേ ഇവിടെ അടിയന്തരാവസ്ഥ കാലഘട്ടം പോലീസ് ഉപയോഗിച്ചത്. അപ്പോൾ അതിനുശേഷം ഓരോന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെയും ഇവിടെയും ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടെന്നല്ലാതെ പോലീസ് സൈന്യം മുഴുവൻ മർദ്ദനോപകരണം എന്ന രീതിയിൽ പാവപ്പെട്ട ജനങ്ങൾക്കെതിരായിട്ട് അത് അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പോർട്സ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ ഇവിടെ ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്, അത് കുറേയും കൂടി തുടരും. ഒരു സംസ്കൃത പോലീസായിട്ട് രൂപപ്പെട്ട് വരണം, അത് വരേണ്ട തന്നെയാണ്. ഭരണകൂടത്തിന്റെ ഭാഗമാകുമ്പോഴും ഒരു ജനാധിപത്യവൽക്കരണം വേണം. അതിനാണ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾ സോഷ്യലിസത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പട്ടാളത്തെയും പോലീസിനല്ലല്ലോ ഉണ്ടാക്കുന്നത്. ഇവിടെയുള്ള ഇന്നത്തെ ഈ ഭരണകൂട വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ. അതിൻ്റെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കവിഞ്ഞ് പോലീസ് എല്ലാ കാലത്തും ഇങ്ങനെയായിരുന്നു തിരിച്ചറിയുന്നുണ്ടാകും. പോലീസ് മർദ്ദനത്തിന്റെ ചരിത്രം പഠിക്കണം നിങ്ങളെല്ലാം പ്രത്യേകിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു 10-15 കൊല്ലം കൊണ്ടാണ് ഈ പോലീസ് ഇങ്ങനെ മർദ്ദിക്കാൻ തുടങ്ങിയത്. അല്ല, അപ്പോഴും നവീകരിക്കപ്പെടാനുണ്ട്, ജനാധിപത്യവൽക്കരിക്കപ്പെടാനുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഗവൺമെന്റിനെയോ പാർട്ടിയുടെയോ ഒന്നും നിലപാട് നോക്കാതെ തന്നെ പോലീസിൻ്റെതായ മാനുവൽ അനുസരിച്ചുള്ള പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഇന്ത്യയിലുള്ളത്. ആ AAP എല്ലാം ചുമത്തുന്നതിന്റെ ഭാഗമായിട്ട് പ്രശ്നം അതാണ് വരുന്നത്. അതിപ്പോൾ നമ്മളാരെങ്കിലും ഗവൺമെന്റ് പറഞ്ഞാൽ തന്നെ അത് അവിടെ നിൽക്കില്ല. അല്ലെങ്കിൽ ഗവൺമെന്റിനോട് ചോദിച്ചിട്ടല്ല AAP ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതൊക്കെ അങ്ങനെയാണ്, ഓരോന്നോരോന്ന് എടുത്ത് പരിശോധിച്ചാൽ അങ്ങനെയാണ്. അപ്പോൾ അതിൽ ഗവൺമെന്റിന് നയപരമായിട്ട് ഇടപെടാൻ കഴിയും. ഇടപെട്ടുകൊണ്ടാണ് ഇന്നത്തെ പോലീസിന്റെ സ്ഥിതിയിലേക്ക് എത്തിയത്. ഇനിയും ഇടപെട്ടുകൊണ്ട് മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. മാറ്റം പൂർണ്ണമായി എന്നൊന്നും ഞാൻ പറഞ്ഞില്ല.